കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കട്ടിംഗ് സൗത്ത് എന്നാണ്. എന്താണ് കട്ടിംഗ് സൗത്ത്? കേൾക്കുമ്പോഴത്തേക്ക് സൗത്തിനെ കട്ട് ചെയ്യുന്ന ഒരു ചെറിയ പരിപാടിയായിട്ട് ഒരു ചെറിയൊരു സർജറി ആയിട്ട് നമുക്ക് തോന്നും. മൂക്കിന്റെയൊക്കെ ദശ മുറിക്കുന്ന മാതിരി. കട്ടിംഗ് സൗത്ത് കേരളത്തിലെ ചർച്ചാ വിഷയമാവുന്നത് കട്ടിംഗ് സൗത്തിനെ പറ്റിയിട്ട് കേരളത്തിലെ പത്രപ്രവർത്തകരെല്ലാം കൂടെ ഒരു സെമിനാർ നടക്കുമ്പോഴത്തേക്കാണ്. ഇപ്പൊ വീണ്ടും അത് ചർച്ചയാവാൻ കാരണം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഒരു കമ്മീഷൻ നിയമനം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അന്ന് കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ഫണ്ട് ചെയ്തത് കനേഡിയൻ ഏജൻസി ആയിരുന്നു. കനേഡിയൻ സർക്കാർ നേരിട്ട് ഫണ്ട് ചെയ്തതാണ്. കനേഡിയൻ സർക്കാരിന് ഇന്ത്യയിലെ സൗത്തിനെ കട്ട് ചെയ്യാൻ എന്താണ് ഇത്ര ധൃതി? അത് അന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നത് ട്രൂഡോ ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ അവർക്കറിയാം, നമുക്ക് മനസ്സിലാവും. കാനഡയിലെ കേരളത്തിലെ മുസ്ലിം ലീഗിനെ പോലെ ഇലക്ഷനിൽ വളരെ നിർണായക ശക്തിയായ സിഖ് വംശജരെയും അവരുടെ ഖാലിസ്ഥാൻ വിഘടനവാദം എന്നുള്ള ആ ഒരു മൃദുല വികാരത്തെ ഉണർത്തി അതിനെ ഉദ്ദീപിപ്പിച്ച് അതിന് മുതലെടുത്ത് ആ സർക്കാർ രൂപീകരിച്ചിരുന്ന സർക്കാരായിരുന്നു ട്രൂഡോ സർക്കാർ. അപ്പൊ ആ സർക്കാരിന്റെ താല്പര്യത്തോടെയാണ് ഇന്ത്യയിലെ കട്ടിംഗ് സൗത്ത് എന്ന ഒരു പ്രോഗ്രാം നടന്നത്. അതിനകത്ത് നവലിബറൽ ഫാസിസ്റ്റുകൾ ഉണ്ടായിരുന്നു, നവലിബറൽ നക്സലൈറ്റുകൾ ഉണ്ടായിരുന്നു, പ്രോ ലെഫ്റ്റ് മീഡിയ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ധനസഹായം ലഭിച്ചത് ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഖാലിസ്ഥാൻ എന്താ സൗത്തിൽ കാര്യം? അത് വളരെ നിസ്സാരമായ കാര്യമാണ്. അതായത് ഈ വാഴയ്ക്ക് നനയ്ക്കുമ്പോഴത്തേക്ക് ചീരയും നനഞ്ഞോളൂ എന്നുള്ള രീതിയിലാണ്. അതായത് അവരുടെ ഉദ്ദേശം ഇന്ത്യ രണ്ട് പ്രത്യേക വിഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ്. ഒന്ന് BJP ഭരിക്കുന്ന ഇന്ത്യയുടെ മെയിൻ ലാൻഡ്, BJPക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഇന്ത്യയുടെ സദേൺ പാർട്ട്. അപ്പോൾ BJP വിരോധം പറഞ്ഞ്, സംഘവിരോധം പറഞ്ഞ്, മോദി വിരോധം പറഞ്ഞ് ഇന്ത്യയെ രണ്ടാക്കി വിഭജിക്കും. ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കുമ്പോഴത്തേക്ക് ഖാലിസ്ഥാൻ എന്താ അതിനകത്ത് കാര്യം? നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. ഖാലിസ്ഥാൻ എന്താ അതിനകത്ത് കാര്യം? ഖാലിസ്ഥാനികൾക്ക് എന്താ അതിനകത്ത് കാര്യം? ഇന്ത്യയുടെ കട്ടിംഗ് സൗത്ത് വിഭജിക്കുമ്പോഴത്തേക്ക് പിന്നെ സ്വാഭാവികമായിട്ടും ഖാലിസ്ഥാൻ അവരുടേതാണല്ലോ. നമ്മുടെ ബിജു മേനോന്റെ ഡയലോഗ് മാതിരി ഖാലിസ്ഥാൻ പിന്നെ അവരുടേതാണല്ലോ. ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോഴത്തേക്ക് ഖാലിസ്ഥാൻ അവരുടേതാണല്ലോ. അപ്പോഴും ഇന്ത്യ മൂന്നായിട്ട് വിഭജിക്കപ്പെടത്തുള്ളൂ. ഒന്ന് ഇന്ത്യ, രണ്ട് ഖാലിസ്ഥാൻ, മൂന്ന് സൗത്ത് ഇന്ത്യ. ഇനി നോർത്ത് ഇന്ത്യയിലെ ചിക്കൻ നെക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ സഹായിച്ചു കഴിഞ്ഞാൽ ചിക്കൻ നെക്ക് കൂടെ മുറിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് എല്ലാം കൂടെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ടങ്ങ് മാറും. ആ നോർത്ത് ഈസ്റ്റ് മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദു ന്യൂനപക്ഷ ഏരിയയാണ്. അപ്പൊ ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യൻ മെയിൻലാൻഡ്, BJP വിരുദ്ധ സദേൺ സ്റ്റേറ്റുകൾ, ഖാലിസ്ഥാന് വേണ്ടിയിട്ട് ഖാലിസ്ഥാൻ, അങ്ങനെ നാലായിട്ട് ഇന്ത്യയെ വെട്ടിക്കീറാനുള്ള വളരെ നീചമായ ഒരു പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തത്. ആ രീതിക്കാണ് സംസ്ഥാനത്തിന്റെ, പക്ഷെ ഞാനതിൽ കണ്ട ഒരു വ്യത്യാസം, സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശം എന്നാണ് പല പത്രങ്ങളും എഴുതി കണ്ടത്. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വെർഷനിൽ ഞാൻ കണ്ടത് സംസ്ഥാനങ്ങളുടെ അവകാശം എന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്ക്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും സ്വയം ഭരണാവകാശം പാടില്ല. നമ്മളെല്ലാവരും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ്. നമ്മളെ ഭരണഘടനയുടെ ചില അപാകതകൾ കാരണം നമ്മൾ ഫെഡറലാണോ അത് യൂണിയൻ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും സംശയമാണ്. കാര്യം ഇന്ത്യൻ പ്രസിഡന്റിനെ ഏകദേശം ബ്രിട്ടീഷ് ക്യൂനിന്റെ രീതിയിലാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവിന്റെ രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന ചിത്രീകരിച്ചത്.
അപ്പോ ഫെഡറലാണോ യൂണിയൻ ആണോ എന്നുള്ള ഒരു സംസാരം ഇന്ത്യയെ പറ്റിയിട്ട് പലർക്കും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ പറ്റിയിട്ട് പല തർക്കങ്ങളും ഭരണഘടന സംബന്ധിയായിട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ വിഘടനവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഇന്ത്യ ആസേതു ഹിമാചലം ഒന്നാണ്. അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് നമ്മൾ ഒന്നാണ്. ഇതിനെ മുറിക്കാനോ ഇതിനെ അപായപ്പെടുത്താനോ ഇതിന്റെ ശക്തി കുറയ്ക്കാനോ ഉള്ള ഒരു ആഗോളതലത്തിലുള്ള, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആഗോളതലത്തിലുള്ള ഒരു ഗൂഢാലോചനയും അതിനു വേണ്ടിയിട്ടുള്ള പണമൊഴുക്കും ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനവും എല്ലാം നമ്മൾ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട്. ഇവിടെ ഹിന്ദി വിരോധം പറഞ്ഞിട്ടാണ് BJPയും മറ്റു പാർട്ടികളെയും ഇവിടെ NDA കക്ഷികളെ ഒരു ഭാഗത്താക്കുന്നത്. ഹിന്ദി നിർബന്ധമാണോ ഹിന്ദി നിർബന്ധമല്ലേ എന്നുള്ളത് ഇന്ത്യയുടെ യൂണിറ്റിക്ക് ഒരു പ്രശ്നമല്ല. ഹിന്ദി സംസാരിച്ചാലും തമിഴ് സംസാരിച്ചാലും ഇന്ത്യ ഭരണഘടനാപരമായിട്ട് ഒറ്റ കല്ലിൽ തീർത്ത ശില്പമാണ്. ഒറ്റ കല്ലിൽ മോണോലിത്തിക് സ്ട്രക്ചറാണ് ഇന്ത്യയുടേത്. അത് വെട്ടിപ്പിളർക്കാൻ നമ്മുടെ ലോകത്തെ ഒരു ശക്തിയെയും നമ്മൾ അനുവദിച്ചുകൂടാ. അവിടെ തമിഴനും മലയാളിയും ബംഗാളിയും ആസാമിയും ഗുജറാത്തിയും കാശ്മീരിയും എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയാണ്. നന്ദി, നമസ്കാരം.